സേവ് ചെയ്യണം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞല്ലേ. ബട്ട് സ്റ്റിൽ എന്തൊക്കെയാണ് സേവ് ചെയ്യേണ്ടതെന്നും എത്രയൊക്കെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും കൺഫ്യൂഷൻ ആണോ? ലെറ്റ്സ് സീ. നമ്മളൊരു യാത്ര ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഫ്ലൈറ്റ് ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ്, വിസ പ്രോസസ്, അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളാണ് അവിടെ പോയി കാണേണ്ടത്, എത്ര ദിവസം കൊണ്ട് നമുക്ക് അവർക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ യാത്രക്ക് ഒരുങ്ങാറ്. ഇതുപോലെ തന്നെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ സേവിങ്സും പ്ലാൻ ചെയ്യേണ്ടത്. നമ്മളൊരു ലോങ് റോഡ് ജേർണി ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ എക്സ്ട്രാ ടയറും ടൂൾ ബോക്സ് ഒക്കെ എടുത്തു വെക്കാറില്ലേ? ഇൻ കേസ് നമുക്ക് വഴിയരികില് എന്തെങ്കിലും പണി കിട്ടിയാലും ആ സമയത്ത് നമുക്ക് ഇത് ഉപകരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന എമർജൻസി ഫണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ വരുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് കവറപ്പ് ചെയ്യാനാണ് എമർജൻസി ഫണ്ട് എപ്പോഴും ഉപകരിക്കുക. ദ നെക്സ്റ്റ് വൺ ഈസ് ഗോൾ ബേസ്ഡ് സേവിങ്സ്. സപ്പോസ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുന്നോടിയായിട്ട് തന്നെ എത്ര ഫ്ലൈറ്റ് ടിക്കറ്റിന് വരും, ഹോട്ടൽ ബുക്കിങ്ങിന് എത്ര വരും, വിസയ്ക്ക് എത്ര വരും, ഇനി അവിടെ പോയിട്ടുള്ള ഫുഡ് എക്സ്പെൻസ്, ഷോപ്പിംഗ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഏകദേശം ആ ഒരു ട്രിപ്പിന്റെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാറ്. ഇതുപോലെ തന്നെയാണ് ഗോൾ ബേസ്ഡ് സേവിങ്സും. നമുക്കൊരു നല്ല ഫോണ്, നല്ലൊരു ഗാഡ്ജറ്റ്, ഇങ്ങനെ ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് സേവിങ്സ് നടത്തി ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾ ബേസ്ഡ് സേവിങ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദ ലാസ്റ്റ് വൺ ഈസ് റിട്ടയർമെന്റ് സേവിങ്സ്. ഒരു 2-3 ദിവസത്തെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് പലർക്കുള്ള ശീലാണ് ഒരുപാട് ക്യാൻസിൽ ഡ്രിങ്കിങ് വാട്ടർ എടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അവിടെ പോയിട്ട് വെള്ളം കിട്ടാഞ്ഞിട്ടല്ല, ഉള്ള വെള്ളം ഫ്രഷ് ആയിരിക്കോ അല്ലെങ്കിൽ സേഫ് ആയിരിക്കോ എന്നിങ്ങനെയുള്ള കൺസേൺസ് കൊണ്ടാണ് നമ്മൾ ഇവിടുന്നേ അതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതുപോലെ തന്നെയാണ് റിട്ടയർമെന്റ് സേവിങ്സും. നമുക്ക് വരുമാനം നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉള്ള വരുമാനം കുറയുന്ന ഒരു സമയത്തും നമ്മളെ ലൈഫ് ഈസി ആയിട്ട് കൺവീനിയന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ഇന്നേ തുടങ്ങേണ്ട ഒരു സേവിങ്സ് ആണ് റിട്ടയർമെന്റ് സേവിങ്സ്. സോ മന്ത്ലി നിങ്ങൾ എത്ര സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്?